മണലൂർ താഴം കോൾ കർഷക സമിതിയുടെ 2026-27 വർഷത്തെ വാർഷിക പൊതുയോഗം സമാപിച്ചു. മണലൂർ താഴം കോൾ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം സമാപിച്ചു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് എം.ബി. മോഹനൻ അധ്യക്ഷത വഹിച്ചു. ആഗസ്റ്റ് മാസത്തിൽ ആദ്യ പമ്പിംഗ് തുടങ്ങുന്നതിനും ഇരുപൂ കൃഷി ഇറക്കുന്നതിനും യോഗം തീരുമാനിച്ചു. കൃഷി ഓഫീസർ ശ്വേത, സമിതി സെക്രട്ടറി കെ ഗൗതമൻ, ട്രഷറർ പി.എസ്. ദിനേശൻ, പി ജോസ്, കെ പ്രജ്ഞൻ, കെ രാമദാസ്, എൻ.ആർ. ഉണ്ണികൃഷ്ണൻ, ടി അജയകുമാർ, എൻ.എ. മുകുന്ദൻ, പി.എസ്. ദിലീപ് കുമാർ, സുബീഷ് കാരണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിലവിലുള്ള 11-അംഗ കമ്മിറ്റിയെ പൊതുയോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. നമുക്കറിയാം, ഇപ്പോൾ ഒരു കർഷക എന്നുള്ള നിലയിൽ കൂടി ഞാനും അന്തിക്കാട് പടവിലാണ് എനിക്ക് കൃഷിയുള്ളത്. ഒരു 1.5 ഏക്കറോളം സ്വയം ഞങ്ങൾ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. വിത്തിടുന്നത് മുതൽ നിലമൊരുക്കുന്നത് മുതൽ അത് വിളവെടുത്ത് സപ്ലൈകോയിൽ നിന്ന് നമ്മൾക്ക് പൈസ ലഭിക്കുന്നത് വരെ നമുക്ക് വലിയ പ്രയാസമാണ് അല്ലേ? ഒരു കർഷക എന്നുള്ള നിലയിലും നമ്മൾ നെൽകർഷകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചെളിയിലും പാടത്തും ഒക്കെ അത് എത്രത്തോളം അത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു രീതിയാണെന്ന് പോലും നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അത് നിലമൊരുക്കുന്നതും ആ ഒരു 3 മാസക്കാലത്തോളം വിത്ത് ലഭ്യമാകും. നമ്മുടെ പാടശേഖരമാണ് നമുക്കത് വിത്ത് നമുക്ക് തരാം. ആ വിത്ത് വാങ്ങിക്കാൻ പോവുകയും അത് സബ്സിഡി നമുക്ക് ലഭിക്കുന്നതിന് അല്ലേ, ആ നേരത്ത് നമ്മളത് ഒരുപാട് ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എന്ന് വെച്ചാലും നമ്മുടെ പാടശേഖര സമിതി നമ്മളത് ആ സമയത്ത് അവിടെ എത്തിച്ചു തരികയും അത് പോയി നമ്മൾ വാങ്ങിക്കുകയും